Hi dear friends, welcome to exercise 7.3 NCERT exercise 7.3 നമ്മൾ ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിനു വേണ്ടിയിട്ടുള്ള തിയറി എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് മാത്രം ഇങ്ങോട്ട് വരിക. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാൻ. ടോട്ടൽ 11 ചോദ്യങ്ങളുണ്ട്. സറപടയെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്ത് തീർത്താലോ? ഓക്കെ, ചെയ്യാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഹൗ മെനി, ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളെ എഴുതുന്നുള്ളൂ. ഞാൻ പറഞ്ഞു പോകുമ്പോൾ ചോദ്യം എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. ഓക്കെ, ഹൗ മെനി 3 digit numbers can be formed using the digits 1 to 9 if no digits are repeated. So if no digit is repeated, അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വേണം യൂസിങ് 1 to 9 if no digit is repeated. അതായത് 9 നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് 3 എണ്ണം എടുത്ത് അതിനെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പേഴ്സ് എല്ലാം തന്നെ നമുക്ക് 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ? 9p3 അല്ലേ? സോ 9p3 എന്ന് പറയുന്നത് എത്രയാണ്? 9 factorial by 9 minus 3 factorial, which is 9 factorial by 6 factorial, which is 9 into 8 into 7 എന്ന് പറയും അല്ലെ? ബിക്കോസ് into 6 factorial ചെയ്യുമ്പോൾ അങ്ങ് വെട്ടിപ്പോവും. 8 9s are എത്രയാണ് നമുക്ക് അറിയാവുന്നത്? 8 9s are 72. 72 into 7, 14 4 remainder 1 504 എന്ന് നമുക്ക് ശരി ഉത്തരം വരത്തില്ലേ? ഇതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹൗ മെനി 4 digit numbers are there with no digit repeated? ശരിയല്ലേ? ഇപ്പൊ ഇതെങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ ഓർക്കുക, നമുക്ക് 4 digit numbers ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താണ് 4 ബ്ലോക്ക് അങ്ങ് തുറക്കുക. 4 ബ്ലോക്ക് അങ്ങ് തുറന്നിട്ട് 4 numbers with no digit repeated. അപ്പൊ നമുക്ക് 0 to 9 നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് സ്ലോട്ട് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? ഫസ്റ്റ് സ്ലോട്ടിൽ നമുക്ക് 0 കൊണ്ടുവരാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലോട്ടിനെ നമുക്ക് 9 എന്ന് എഴുതാം. ശരിയല്ലേ? ഫസ്റ്റ് സ്ലോട്ടിൽ നമുക്ക് 9 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെന്താ, ബാക്കി സ്ലോട്ടുകളിൽ റെപ്പറ്റീഷൻ അലൗഡ് അല്ല. അതായത് ഇവിടെ ഉപയോഗിച്ച ഏതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ 0 വീണ്ടും ഉപയോഗിക്കാം. ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷെ 0 ഉപയോഗിക്കാം. അപ്പൊ ഈ സ്ലോട്ടും 9 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എന്താ 9 ആയി പോയത്, 0 ചെയ്യാൻ പറ്റില്ല. ബാക്കി 1 തൊട്ട് 9 തൊട്ടുള്ള ഏത് വേണമെങ്കിലും വരാം. ഇവിടെ ഏത് ഉപയോഗിച്ചോ അത് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല അല്ലെ? അത് ഏതാന്ന് നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ, അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അല്ലെ? പക്ഷെ 0 ഉപയോഗിക്കാം. അന്നേരം ഇവിടെ വീണ്ടും 9 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എത്ര ഓപ്ഷൻ? 8 ഓപ്ഷൻ. ഇവിടെ എത്ര? 7 ഓപ്ഷൻ. കാരണം ഇവിടെ ഉപയോഗിച്ചതും ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ എന്താണ്? ഇവിടെ 3 എടുത്തും ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഫൈനൽ ആൻസർ വിൽ ബി 9 into 9 into 8 into 7. കാര്യം പിടിയോ? സോ ദിസ് ഇസ് 81 into 8 sevens are 56. ഫൈനൽ ആൻസർ എത്ര വരുന്നത്? 4536 എന്ന് വരും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. ശരിയല്ലേ? 81 into 56 ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാലോ. So the answer should be 4536. കാര്യം ക്ലിയർ ആയല്ലോ? So the right answer should be 4536. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ഹൗ മെനി 3 digit ഈവൻ നമ്പേഴ്സ്, നമുക്കിപ്പോ ഈവൻ നമ്പേഴ്സ് ആണ് വേണ്ടത്. ഹൗ മെനി 3 digit ഈവൻ നമ്പേഴ്സ് can be made using the digits 1 2 3 4 6 and 7 if no digit is repeated അല്ലെ? അപ്പൊ നമുക്ക് 3 digit ഈവൻ നമ്പേഴ്സ് ആണ് വേണ്ടത്. 3 digit ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ബോക്സ് തുറക്കുക. ഈവൻ നമ്പർ ആയതുകൊണ്ട് ലാസ്റ്റ് സ്ലോട്ട് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 2 4 6. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് അല്ലേ ഉള്ളൂ. കാരണം ഒരു നമ്പർ ഈവൻ നമ്പർ ആവണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആകണം. അപ്പൊ 3 ചോയ്സേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ ഏതെടുത്തോ, ഇവിടെ ഏതെടുത്തോ അത് ഇവിടെ രണ്ടെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഈ സ്ലോട്ട് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? ഇവിടെ ഏതെടുത്തോ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി 5 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇത് 5 രീതിയിൽ ഫില്ല് ചെയ്യാം. ഇവിടെയും എടുത്തത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിപ്പോ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 4 രീതിയിൽ ഫില്ല് ചെയ്യാം. സോ ദ കറക്റ്റ് ആൻസർ ഷുഡ് ബി 5 into 4 into 3.
That is 20 into 3, അതായത് 60. ഫോർമുല ഒന്ന് യൂസ് ചെയ്ത് തന്നെ ബേസിക്കിൽ സ്റ്റിക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡ്. ഓക്കെ, നമ്മൾ വെറും ബേസിക് ബോക്സ് തുറന്നിട്ടങ്ങ് കണ്ടുപിടിക്കുകയാണ് ഈ ഉത്തരങ്ങളെല്ലാം. ഓക്കെ, എല്ലാത്തിന്റെയും റീസൺ നിങ്ങൾ എഴുതി വെക്കണം. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഇട്ടേക്കുന്നത്? കാരണം ഈവൻ നമ്പർ ആവണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആകണം. ബാക്കി എല്ലാത്തിനും കണ്ടീഷൻസ് ഒന്നുമില്ല. ഇവിടെ ഉപയോഗിച്ചത് ഇവിടെ ഉപയോഗിക്കരുതെന്ന് മാത്രമുള്ള കണ്ടീഷനേ ഉള്ളൂ. ഓക്കെ, അപ്പൊ തേർഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് find the number of 4-digit numbers. Find the number of 4-digit numbers that can be formed. That can be formed using all using the digits. Using the digits 1, 2, 3, 4, 5. If no digit is repeated. If no digit is repeated. അതിന്റെ ഉത്തരം എന്താണ്? അത് 5 ഇതിൽ നിന്ന് 4 എടുക്കല്ലേ, അത്രയല്ലേ ഉള്ളൂ. കാരണം 5 ഡിജിറ്റ് തന്നിട്ടുണ്ട്, 4 ഡിജിറ്റ് നമ്പേഴ്സ്, വേറെ കണ്ടീഷൻ ഒന്നും പറഞ്ഞില്ല. സോ ഇറ്റ് ഷുഡ് ബി 5p4, റൈറ്റ്? ദാറ്റ് ഇസ് 5 factorial by 5 minus 4 factorial. That is same as 5 factorial by 1 factorial, which is 5 factorial itself, which is 120. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ 1 factorial 1 ആന്ന് പറഞ്ഞു, 2 factorial 2 ആന്ന് പറഞ്ഞു, 3 factorial 3 ആന്ന് പറഞ്ഞു. പക്ഷെ 0 factorial എന്താണ്? 0 factorialും 1 ആണെന്നാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, 0 factorialും 1 തന്നെയാണ്. ഓക്കെ, ആരെയും തെറ്റിപ്പോലും 0 factorial 0 അല്ല. So the correct answer should be 120 here. അടുത്തത് ഇതിന്റെ അകത്തൊരു രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഇതില് how many of these will be even? How many of these will be even? ഇതിൽ എത്ര എണ്ണം ഈവൻ ആയിട്ട് വരുന്നുണ്ടെന്ന് നമുക്കറിയണം. ഇതിന്റെ അകത്ത് ഈവൻ നമ്പർ വരണമെങ്കിൽ എന്താണ് പ്രത്യേകത? ഈവൻ നമ്പർ വരണമെങ്കിൽ അവസാനത്തെ സ്ലോട്ട് ഈവൻ നമ്പർ ആയിരിക്കണം, അതായത് 2 or 4 ആയിരിക്കണം. അപ്പൊ അവസാനത്തെ സ്ലോട്ട് 2 രീതിയിൽ ഫില്ല് ചെയ്യാം. ബാക്കി ഈ സ്ലോട്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, അത്തരം 4 രീതിയിൽ ഫില്ല് ചെയ്യാം. ഇവിടെ 3, ഇവിടെ 2, അല്ലെ? കാരണം ഇവിടെ യൂസ് ചെയ്ത് ഏതാണോ അത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 4 ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, ഇവിടെ 3, ഇവിടെ 2. So the answer should be 12 into 4, which is 48 should be the correct answer. കാര്യം പിടികിട്ടിയോ? So the correct answer should be 48. I hope this is clear to all of you. Okay, ഇതായിരിക്കണം നമ്മുടെ ഫോർത്ത് ചോദ്യത്തിന്റെ ഉത്തരം മൊത്തത്തില്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? From a committee of 8 persons, 4 ആളുകളുണ്ട്. In how many ways we can choose a chairman as a vice chairman? Okay, ഇതൊരു കോമ്പിനേഷൻ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. From a committee of 8 persons, in how many ways we can choose a chairman and a vice chairman, assuming one person cannot hold more than one position. ഒന്നിൽ കൂടുതൽ പൊസിഷൻ എടുക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. In how many ways we can choose a chairman and a vice chairman? Assuming one person cannot hold more than one position. Okay, fine. Combination from a committee of 2 പേരായതുകൊണ്ട് കുഴപ്പമില്ല. From a committee of 8 person, in how many ways we can choose ഒരു ചെയർമാന്റെ സ്ലോട്ടും ഉണ്ട്, ഒരു വൈസ് ചെയർമാന്റെ സ്ലോട്ടും ഉണ്ട്. അപ്പൊ ചെയർമാന്റെ സ്ലോട്ടിൽ എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം? 8 രീതിയിൽ. അടുത്തത് വൈസ് ചെയർമാന്റെ സ്ലോട്ട് വരുമ്പോൾ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 7 രീതിയിൽ. ഇവിടെ സെലക്ട് ചെയ്ത് 8 7s are 56 എന്ന് ഉത്തരം വരും. അല്ലെങ്കിൽ തിരിച്ചായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വൈസ് ചെയർമാനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 രീതിയിൽ സെലക്ട് ചെയ്യാം. ചെയർമാനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 7 രീതിയിൽ സെലക്ട് ചെയ്യാം. ടോട്ടൽ എത്ര രീതിയിൽ നമുക്ക് വൈസ് ചെയർമാനെയും സെലക്ട് ചെയ്യാം? 56 രീതിയിൽ സെലക്ട് ചെയ്യാമല്ലോ. ഇത്രയേ ഉള്ളൂ കാര്യം. കാര്യം പിടികിട്ടിയോ? ഓക്കെ, 8 ആളുകളുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്രം എ കമ്മിറ്റി ഓഫ് 8 persons, ഇൻ ഹൗ മെനി വേസ് വി ക്യാൻ ചൂസ് 8 ആളുകളിൽ നിന്ന് 2 പേരെ ചൂസ് ചെയ്തിട്ട് അവരെ അങ്ങ് അറേഞ്ച് ചെയ്യട്ടെ വൈസ് ചെയർമാനുമായിട്ട്.
അപ്പോൾ അത് 8P2 സെയിം ഉത്തരം തന്നെ വരും. ഓക്കെ, രണ്ടുപേരെ സെലക്ട് ചെയ്ത് അവരെ വൈസ് ചെയർമാനും ചെയർമാനും ആക്കി മാറ്റണം. അത് എത്രയാണ്? 8P2, അതായത് 8 ഫാക്ടോറിയൽ ബൈ 8 minus 2 factorial, which is 8 factorial by 6 factorial, which is 8 sevens are 56 എന്ന് തന്നെയാണ് ശരി ഉത്തരം വരുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചെയർമാനും വൈസ് ചെയർമാനും ആക്കി മാറ്റാം, രണ്ടുപേരെ എടുത്തിട്ട്. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ വൈസ് ചെയർമാനെ 8 രീതിയിലും ചെയർമാനെ 7 രീതിയിലും, അതായത് 8 sevens are 56. അങ്ങനെ ഓർത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. രണ്ട് മെത്തേഡിലും നമുക്ക് അറിഞ്ഞിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് n if n-1 P3 is to np4 is 1:9. അതായത് n-1 P3 divided by np4 നെ 1/9 എന്ന് നമുക്ക് എഴുതാലോ. n-1 P3 യുടെ ഫോർമുല എന്താണ്? n-1 factorial divided by n-1 minus 3 whole factorial divided by n factorial by n-4 factorial. അതല്ലേ അർത്ഥം? This is equal to 1/9. അതായത് n-1 factorial divided by n-4 factorial, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തൂടെ? ഇൻറ്റു n-4 factorial by n factorial. ഇതും വെട്ടിപ്പോയി. സോ ദിസ് ഇസ് n-1 factorial by n factorial നെ n into n-1 factorial എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 1/9 എന്ന് വരും. n-1 factorial n-1 factorial പോയി കഴിഞ്ഞാൽ n വാല്യൂ എത്രയാണ്? 9 എന്ന് നമുക്ക് ഈസി ആയിട്ട് ഈ ഉത്തരം കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്രയേ ഉള്ളൂ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ആറാമത്തെ ചോദ്യത്തിന്. അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഫൈൻഡ് r if 5PR is equal to 2 times of 6PR minus 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. 5PR എന്ന് പറഞ്ഞാൽ എന്താണ്? 5 factorial by 5 minus r factorial. This is equal to 2 times of 6 factorial by 6 minus r minus 1 whole factorial. So this is 5 factorial by 5 minus r factorial. This is equal to 2 times of 6 factorial by 7 minus r whole factorial. ഇങ്ങനെ എഴുതാലോ. സോ ഇതിനെ വീണ്ടും നമുക്ക് 5 factorial by 5 minus r factorial is equal to 2 into 6 factorial നെ 6 into 5 factorial എന്ന് എഴുതാം. Divided by 7 minus r factorial നെ 7 minus r into 6 minus r into 5 minus r factorial എന്നും എഴുതാം. ഇതും വെട്ടിപ്പോയി. 5 factorial 5 factorial വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? 6 minus r into 7 minus r എന്ന് പറയുന്നത് 2 into 6, അതായത് 6 minus r into 7 minus r എന്ന് പറയുന്നത് 12 എന്ന് കിട്ടി. നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് രണ്ട് കണ്ടിന്യൂസ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. ഈ ലോജിക്ക് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പൊ റൈറ്റ് സൈഡിനെയും നമുക്ക് രണ്ട് കണ്ടിന്യൂസ് നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാവോ? എഴുതാമല്ലോ. 4 into 3. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ ലാർജർ നമ്പർ, അതായത് 7 minus r എന്ന് പറയുന്നത് ഷുഡ് ബി സെയിം ആസ് റൈറ്റ് സൈഡിലെ ലാർജർ നമ്പർ വിച്ച് ഇസ് 4. അതായത് r ന്റെ വാല്യൂ നമുക്ക് 3 എന്ന് ഈസി ആയിട്ട് ഇവിടെ കിട്ടാൻ സാധിക്കും. സോ ദ കറക്റ്റ് വാല്യൂ ഓഫ് r എന്ന് പറയുന്നത് എത്രയാണ്? r എന്ന് പറയുന്നത് നമുക്ക് 4 into 3 എന്ന് തന്നെയല്ലേ? നമുക്ക് തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, 6 minus r 6 minus, നമുക്കൊന്നും തെറ്റിയിട്ടില്ലല്ലോ. 2 into r എന്ന് പറയുന്ന 3 എന്ന് തന്നെയല്ലേ ശരി ഉത്തരം? NCERT ഞാൻ ഒന്ന് വെരിഫൈ ചെയ്തോട്ടെ, എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. 7.3 7 അവർ ഇട്ടേക്കുന്ന ശരി ഉത്തരം അത് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. r എന്ന് പറയുന്നത് 3 തന്നെയാണ്. സോറി, കറക്റ്റ്. r is equal to 3 തന്നെയാണ്. ഇതിന്റെ നമുക്ക് ഡൗട്ട് ഒന്നും വേണ്ട. r is equal to 3 തന്നെയാണ് ഇതിന്റെ ശരി ഉത്തരം. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഞാൻ നോക്കിയത് തെറ്റിപ്പോയതാ. ഓക്കെ, രണ്ടാമത് ഇതിന്റെ 7th സെക്കൻഡ് പാർട്ട് ഉണ്ട്. 5PR this is equal to 6PR minus 1 എന്ന് വന്നിട്ടുണ്ട്. അതായത് 5 factorial by 5 minus r factorial is equal to 6 factorial by 6 minus of r minus 1 factorial.
So this is 5 factorial by 5 minus r factorial is equal to 6 factorial എന്ന് പറയുന്നത് 6 into 5 factorial by 6 into 5 factorial by നമ്മൾ തുറക്കുമ്പോൾ 7 minus r factorial അല്ലെ 5 factorial 5 factorial വെട്ടിപ്പോയി ഇപ്പൊ എന്താ പറ്റുന്നത് 7 minus r factorial 7 minus r into 6 minus r into 7 minus 5 minus r factorial എന്ന് എഴുതാം divided by 5 minus r factorial is equal to 6 അല്ലെ അപ്പൊ 7 minus r into 6 minus r is equal to 6 നെ നമുക്ക് 2 into 3 എന്ന് എഴുതാം അല്ലെ അപ്പം രണ്ട് കണ്ടിന്യൂസ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് രണ്ട് കണ്ടിന്യൂസ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി അപ്പൊ ഇതിന്റെ സ്മോളർ നമ്പർ ആയിട്ടുള്ള 6 minus r should be equal to 2 അതായത് r ന്റെ വാല്യൂ ഇതിൽ നിന്ന് നമുക്ക് 4 എന്ന് ഈസി ആയിട്ട് കിട്ടും സോ ദ കറക്റ്റ് വാല്യൂ ഓഫ് r should be 4 കാര്യം പിടികിട്ടിയോ ഇപ്പൊ ഇത് 6 ഇതിന്റെ 4 ആണ് ഇതിന്റെ 3 ആണ് ഞാൻ പെട്ടെന്ന് NCERT നോക്കിയപ്പോൾ നേരത്തെ സംഭവിച്ചു ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഇതിന്റെ ആൻസർ 4 എന്ന് വന്നിരിക്കുന്നതായിട്ട് തോന്നി പക്ഷെ സെക്കൻഡ് പാർട്ട് ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല സെക്കൻഡ് പാർട്ടിനായിരുന്നു അത് ഓക്കെ സോ കറക്റ്റ് ആൻസർ ഷുഡ് ബി 4 ഹിയർ കാര്യം പിടികിട്ടിയല്ലോ ഓക്കെ അങ്ങനെയും കാര്യം പിടികിട്ടിയെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ചോദ്യം നമ്പർ 8 ചോദ്യം നമ്പർ 8 പറയുന്നത് എന്താണ് ചോദ്യം നമ്പർ 8 പറയുന്നത് ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇക്വേഷൻ ഇക്വേഷന്റെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് പിന്നെന്താ പറഞ്ഞേക്കുന്നത് എല്ലാ വേർഡ്സ് ഉപയോഗിച്ച് അതായത് 8 വേർഡ്സ് തന്നിട്ടുണ്ട് അതിനെ എല്ലാം വെച്ചിട്ട് നമുക്ക് ഹൗ മെനി 8 ലെറ്റർ വേർഡ്സ് ഫോം ചെയ്യാന്നുള്ള എല്ലാ വേർഡും ഉപയോഗിക്കണം യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അതായത് 8 വേർഡ് ഉപയോഗിക്കണം അപ്പൊ എത്ര രീതിയിൽ ഉപയോഗിക്കാം 8 ഫാക്ടോറിയൽ വേർഡ്സ് 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് 40320 അല്ലേ സോ ദ ആൻസർ ഷുഡ് ബി 40320 ഇക്വേഷന്റെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് എത്ര വേർഡ്സ് യൂസ് ഫോം ചെയ്യാൻ പറ്റുമെന്ന് അതായത് 8 ലെറ്റർ വേർഡ്സ് 8 ലെറ്റേഴ്സും തന്നിട്ടുണ്ട് 8 ഫാക്ടോറിയൽ രീതിയിൽ അതായത് 40320 ആയിരിക്കണമല്ലോ നമ്മുടെ ശരി ഉത്തരം 8ന്റെ ശരി ഉത്തരം അതല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് 9ന്റെ ചോദ്യം നോക്കാം ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി ഫോംഡ് യൂസിങ് വിത്തൗട്ട് മീനിങ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മൺഡേ മൺഡേ എന്ന് പറയുന്ന ഇതിന്റെ ലെറ്റേഴ്സിൽ നിന്ന് അസ്യൂമിങ് no letter is repeated if മൺഡേയിൽ നിന്ന് 4 letters are used at a time അതായത് 4 letters are used at a time ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് 6 അതിൻ്റെ അകത്ത് 4 letters യൂസ് ചെയ്ത് എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും 6p4 അല്ലേ അതായത് 6 ഫാക്ടോറിയൽ ബൈ 6 minus 4 ഫാക്ടോറിയൽ അതായത് 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 720 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും ദിസ് ഇസ് 360 എന്ന് വരും സോ ദി ആൻസർ ഷുഡ് ബി 360 കാര്യം പിടികിട്ടിയല്ലോ സെക്കൻഡ് all letters are used at a time അപ്പൊ അതിന് എന്താണ് 6p6 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ ബൈ 6 minus 6 ഫാക്ടോറിയൽ അതായത് 6 ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ വന്നാണ് ദാറ്റ് ഇസ് സെയിം ആസ് 6 ഫാക്ടോറിയൽ സെൽഫ് 6 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ് 70 രണ്ടാമത്തെ ചോദ്യം all letters are used 6 ലെറ്റർ തന്നിട്ടുണ്ട് അതിലെല്ലാം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രീതിയിൽ പറ്റും 720 രീതിയിൽ ഈസി ആയിട്ട് പറ്റുമെന്ന് നമുക്കറിയാമല്ലോ ഓക്കെ ഫൈൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ പാർട്ടായിട്ട് വരുന്നത് മൂന്നാമത്തെ പാർട്ടിൽ പറയുന്നത് all letters are used but the first letter is a vowel അപ്പൊ 6 ലെറ്റേഴ്സ് 1 2 3 4 5 6 6 ലെറ്റർ ഉണ്ട് അതില് മൺഡേ ഉണ്ട് മൺഡേയില് ഓയും എയുമാണ് vowels ആയിട്ടുള്ളത് ഓക്കെ all letters are used but first letter vowel ആയിരിക്കണം ഫസ്റ്റ് ലെറ്റർ വവൽ ആവണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ലോട്ട് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം 2 രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത സ്ലോട്ടോ ബാക്കിയുള്ള 5 എണ്ണത്തിൽ ഇവിടെ ഏത് ഉപയോഗിച്ചോ അത് ഉപയോഗിക്കാൻ പറ്റില്ല ബാക്കിയുള്ള 5 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് 5 രീതിയിൽ ഇവിടെ 4 രീതിയിൽ ഇവിടെ 2 രീതിയിൽ ഇവിടെ 3 രീതിയിൽ ഇവിടെ 1 രീതിയിൽ അതായത് 2 into 5 into 4 into 3 into 2 into 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 ഫാക്ടോറിയൽ അല്ലേ അതായത് 2 into 120 അതായത് 240 എന്ന് നമുക്ക് ഇവിടെ ശരി ഉത്തരം കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാം ഓക്കെ കാരണം ഫസ്റ്റ് ലെറ്റർ ഇവിടെ 2 വരുന്നതാണ് ഓയോ എയോ മാത്രമേ പറ്റത്തുള്ളൂ 2 രീതിയിൽ ബാക്കിയല്ല ഇവിടെ 5 രീതി ഇവിടെ 4 3 2 1 സോ ദി ആൻസർ വിൽ ബി 240 ഹിയർ കാര്യം പിടികിട്ടിയോ ഓക്കെ ഓൾറൈറ്റ് അടുത്ത നമുക്ക് 10ാമത്തെ ചോദ്യം ചോദിക്കാം
ചോദ്യം എന്താണെന്ന് നോക്കാം. ഇൻ ഹൗ മെനി of the distinct permutation of the letters of in Mississippi 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 do the four I's not come together? Okay, in how many of the distinct permutation of the letters of the word Mississippi do the four I's not come together? അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കണ്ടുപിടിക്കാം. ടോട്ടൽ അറേഞ്ച്മെന്റ്സ് പോസിബിൾ എത്രയാണ്? ടോട്ടൽ അറേഞ്ച്മെന്റ്സ് പോസിബിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇതിപ്പം 4 4 11 11 ഫാക്ടോറിയൽ ബൈ ഐ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 3 പ്രാവശ്യം. എസ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 4 പ്രാവശ്യം. പി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 പ്രാവശ്യം. സോ ദിസ് ഷുഡ് ബി എസ് 4 പ്രാവശ്യം, ഐയും 4 പ്രാവശ്യമുണ്ട്. ഓക്കെ, ഐയും 4 പ്രാവശ്യമുണ്ട്, ഐയും 4 പ്രാവശ്യമുണ്ട്, എസും 4 പ്രാവശ്യമുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി 11 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ അല്ലെ? ഇത്രയും രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലെ? ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് പോസിബിൾ ഫ്രം മിസിസിപ്പി. ഇനി ഇതിൽ നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ നമ്പർ ഓഫ് കേസസ് വേർ 4 I's നോട്ട് കം ടുഗെദർ. നോട്ട് കം ടുഗെദർ എന്ന് പറഞ്ഞാൽ ടോട്ടലിൽ നിന്ന് അതെല്ലാം ഒരുമിച്ച് വരുന്ന കേസസ് നമ്മൾ കുറച്ചാൽ പോരെ. സോ ലെറ്റ്സ് ഫൈൻഡ് ദ കേസസ് വേർ ഇറ്റ് കംസ് ടുഗെദർ. Okay, all the 4 I's coming together, come together ആയിട്ടുള്ള എത്ര രീതിയിൽ നമുക്ക് വരാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ ഐകളെ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചാക്കും അല്ലെ? ഐകളെ മൊത്തത്തിൽ നമ്മൾ ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര ഐകൾ ഒഴികെ ബാക്കി നമുക്ക് 7 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്രയാണ്? 11 ലെറ്റർ ഉള്ള, അത് 7 എണ്ണം ഉണ്ട്. പക്ഷെ ഐകളെ എല്ലാം കൂടെ ചേർത്തിട്ട് എത്രയുള്ള? ഐകളെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരെണ്ണം ഉണ്ട്. അതിനെ നമുക്ക് ഒരു ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ടോട്ടൽ എത്ര കാര്യം നമുക്ക് അറേഞ്ച് ചെയ്യാം? ഇങ്ങനത്തെ ചോദ്യം നമ്മൾ ചെയ്തല്ലോ ഇൻഡിപെൻഡൻസ് എല്ലാം. ടോട്ടൽ 7 എണ്ണവും പ്ലസ് ഈ ഐകളുടെ എല്ലാം കൂടെ ബോക്സിനെ നമുക്ക് ഒന്നിച്ചാക്കി അതിനെ ഒന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യും അല്ലെ? അപ്പൊ നമുക്ക് 8 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. പക്ഷെ അതിലൊരു പ്രശ്നമില്ലേ? അതിന്റെ അകത്ത് 4 എസ്സുകൾ റിപ്പീറ്റ് അടിച്ചു വരുന്നുണ്ട്, 2 പികൾ റിപ്പീറ്റ് അടിച്ചു വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഇതിന്റെ അകത്ത് റിപ്പീറ്റ് അടിച്ചു വരുന്നുണ്ടോ? ഇല്ല. ഇതിന്റെ അകത്ത് വേറെ ഒന്നും നമുക്ക് റിപ്പീറ്റ് അടിച്ചു വരുന്നതായിട്ട് കാണുന്നില്ല. പിന്നെന്താണ്? ഫോളോഡ് ബൈ ദാറ്റ് ഐയുടെ ഇന്റേണൽ അറേഞ്ച്മെന്റ് ആണ് 4 ഫാക്ടോറിയൽ രീതിയിൽ. പക്ഷെ അത് 4ഉം സെയിം ആയതുകൊണ്ട് അതിനെ വീണ്ടും നമ്മൾ 4 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ടെക്നിക്കലി അതിന് അറേഞ്ച്മെന്റ് ഒന്നുമില്ല, എല്ലാ ഐയും ഒന്ന് തന്നെയാണ്. അപ്പൊ ആൻസർ എന്താണ്? 8 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പൊ കേസസ് വേർ ദേ ആർ നോട്ട് ടുഗെദർ ആയിട്ട് വരുന്ന കേസസ് എത്രയാണ്? ടോട്ടൽ മൈനസ് ദ കേസസ് വേർ ദേ ആർ ടുഗെദർ. സോ ടോട്ടൽ എവിടെയാ വരുന്നത്? ടോട്ടൽ എന്ന് പറയുന്നത് 11 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, അതുകൊണ്ട് മൈനസ് 8 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്താണ്? ഐ എല്ലാം ടുഗെദർ വരുന്ന കേസ്. എല്ലാം ഒരുമിച്ച് ടോട്ടലിൽ നിന്ന് എല്ലാം ഒരുമിച്ച് വരുന്ന കേസ് കുറച്ച് കഴിഞ്ഞാൽ അത് ഒരുമിച്ച് വരാത്ത കേസുകൾ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ അല്ലെ? ഇപ്പൊ 11 ഫാക്ടോറിയൽ നമുക്ക് 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ മൈനസ് 8 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇപ്പൊ ഇതിന്റെ അകത്ത് രണ്ടിൽ നമുക്ക് എന്താ കോമൺ എടുക്കാൻ പറ്റുന്നത്? 8 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ കോമൺ എടുത്താൽ ബാക്കി എന്താ വരുന്നത്? 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട് മൈനസ് 1 എന്ന് പറയുന്നത് നമുക്കൊരു കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെ? ഇത്രയും കാര്യമല്ലേ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? ഇത്രയും കാര്യം തന്നെയാണ് എനിക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ബാക്കി വരും ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ വെട്ടിപ്പോയി ഇൻറ്റു ഇതെന്താണ് 990 ഡിവൈഡഡ് 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 24 ആണ് അല്ലെ? ഇരിക്കട്ടെ, 24 ഇരിക്കട്ടെ, -1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത്രയല്ലേ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുന്നേ? സോ ദിസ് ഇസ് 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2, അതായത് 4 ഇവിടെ വരും ഇൻറ്റു 990 മൈനസ് 24 ഡിവൈഡഡ് ബൈ 24 എന്ന് വരും.
4ഉം ഇതും വെട്ടിപ്പോയാൽ 6 എന്ന് വരും അല്ലെ. ഈ 6ഉം ഇതും അങ്ങ് വെട്ടിപ്പോവും. സോ ദിസ് ഇസ് 35 ഇൻറ്റു ഇതിൽ നിന്ന് 20 പോയി കഴിഞ്ഞാൽ 966 എന്ന് വരും അല്ലെ. 20 plus 4 966 എന്ന് വരും. സോ 966 into 35, 30 remainder 3, 33 remainder 3, 48, 18 remainder 1, 19 remainder 1, 28, 0, 11 remainder 1, 18 remainder 1, 33810 ആണ് നമ്മുടെ ഫൈനൽ ഉത്തരമായിട്ട് ഇതിൽ വരുന്നത്. ഓക്കെ, എല്ലാ കാൽക്കുലേഷനും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഫൈനൽ ആൻസർ ഷുഡ് ബി 33810. കാര്യം പിടികിട്ടിയല്ലോ. സോ ടോട്ടൽ ആദ്യം കണ്ടുപിടിച്ചു, അതിൽ നിന്ന് എല്ലാം ഒരുമിച്ച് വരുന്ന കേസുകൾ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്നും ഒരുമിച്ച് എല്ലാം ഒരുമിച്ച് വരാത്ത കേസുകൾ കിട്ടും. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ള ടോട്ടൽ മൈനസ് ദ കേസസ് വേർ ദേ ആർ ടുഗദർ വിൽ ഗിവ് യു ദ കേസസ് വേർ ദേ ആർ നോട്ട് ടുഗദർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 11th ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് പെർമ്യൂട്ടേഷൻസ് in how many ways can the letters of the word permutations be arranged if in how many ways can the letters of the word permutations be arranged if the word starts with ആദ്യത്തെ ചോദ്യം word starts with P and end with start with P and end with S. അപ്പോൾ how many ways letters of the word can be arranged if പിയിലും എസിലും ടോട്ടൽ എത്ര വേർഡ്സ് ഉള്ള ഇത് 5 5 5 10 12 അല്ലെ. സോ 12 ബോക്സ് നമുക്ക് തുറക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 അല്ലെ. സ്റ്റാർട്ടിങ് വിത്ത് പിയും എൻഡിങ് വിത്ത് എസും. ബാക്കി എത്ര എണ്ണം ഉള്ളത്? സ്റ്റാർട്ടിങ് വിത്ത് പിയും എൻഡിങ് വിത്ത് എസും ഉണ്ടെങ്കിൽ ബാക്കി നമുക്കുള്ളത് 10 എണ്ണം ഉണ്ട് അല്ലെ. ബാക്കി 10 എണ്ണം ഉണ്ട്. ബാക്കി 10 എണ്ണത്തിന് ഇവിടെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്? പിയും എക്സും ഫിക്സ്ഡ് ആണ് ഒന്ന്. ബാക്കി 10 എണ്ണത്തിനെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് 10 ഫാക്ടോറിയൽ. അതിന്റെ അകത്ത് എന്തെങ്കിലും റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ? പിയും എസും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇക്ക് റെപ്പറ്റീഷൻ ഒന്നുമില്ല, ആറിന് റെപ്പറ്റീഷൻ ഒന്നുമില്ല, എമ്മിന് റെപ്പറ്റീഷൻ ഒന്നുമില്ല, യു ഇല്ല. ടി 2 തവണ വരുന്നുണ്ട് അല്ലെ. എ ഇല്ല, ഐ വരുന്നില്ല, ടി 2 തവണ വരുന്നുണ്ട്. അത്രയും മാത്രമല്ലേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. ടി 2 തവണ വരുന്നത്. സോ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ? 10 ഫാക്ടോറിയൽ ബൈ 2 അതായത് 1814400 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ്? വൗവൽസ് ആർ ഓൾ ടുഗദർ. വൗവൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന കേസുകൾ. വൗവൽസ് ഏതൊക്കെയാ? വൗവൽസിന്റെ അകത്ത് ഇ ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്. ഇ ഉണ്ട്, യു ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്. ഇ ഉണ്ട്, യു ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്, എയും ഉണ്ട് അല്ലെ. 5 എണ്ണം അല്ലെ. ഇതെല്ലാം ടുഗദർ ആക്കണമെങ്കിൽ ഞാൻ ഇതിനെ ഒരു ബോക്സ് ആക്കി വെക്കാം അല്ലെ. ഇതിനെ എനിക്ക് ഒരു ബോക്സ് ആക്കി വെക്കാം. പിന്നെ ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ബാക്കി 7 ലെറ്റേഴ്സ് ഉണ്ട്. 7 ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? പി ഉണ്ട്, ആർ ഉണ്ട്, എം ഉണ്ട്, ടി 2 എണ്ണം ഉണ്ട്, എൻ ഉണ്ട്, എസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ 7 എണ്ണം പ്ലസ് ഈ ഒരു ബോക്സും കൂടെ ചേർത്തിട്ട് എത്ര എണ്ണം ഉള്ള? 8 എണ്ണം ഉണ്ട് അല്ലെ. അത് നമുക്ക് 8 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. പക്ഷെ അതിൽ 2 ടീകൾ വരുന്നതുകൊണ്ട് അതുകൊണ്ട് 2 ഫാക്ടോറിയൽ വരണം. അത് കഴിഞ്ഞോ? ഇല്ല. പിന്നെ ഈ ബോക്സിന്റെ അകത്തിട്ട് വെച്ചിരിക്കുന്ന ഈ 5 എണ്ണത്തിന്റെ ഇന്റേണൽ അറേഞ്ച്മെന്റ് ഇല്ലേ, അതിനെ 5 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. 5 എണ്ണത്തിനെ 5 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്തൂടെ? സോ ദ കറക്റ്റ് ആൻസർ ഷുഡ് ബി 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. നിങ്ങൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് 2419200 എന്ന് വരും. സോൾവ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക 2419200 ആണോ? NCERT ബാക്കിൽ ഉത്തരവും കൂടെ നമുക്കൊന്ന് കൺഫേം ചെയ്തേക്കാം. നിങ്ങൾക്ക് എല്ലാം മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ. സാറിന് മൾട്ടിപ്ലിക്കേഷൻ അറിയത്തില്ലെന്നും പറയല്ലേ. എല്ലാം കൂടെ കൊച്ചു പിള്ളേരെ LKG പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ മൾട്ടിപ്ലിക്കേഷനും കൂടെ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻസ് തീരത്തില്ല മക്കളെ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2419200 തന്നെയാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തെ പാർട്ടിലേക്ക് കിടക്കാം. മൂന്നാമത്തെ പാർട്ട് എന്ന് വരുന്നത് there are always 4 letters between P and S. പിക്കും എസിനും ഇടയ്ക്ക് 4 ലെറ്റേഴ്സ് എപ്പോഴും ഉണ്ടാകണം അല്ലെ. അപ്പൊ ഇതില് നമുക്ക് നോക്കാം.
ടോട്ടൽ നമുക്ക് 12 എണ്ണം അല്ലേ? ഇത് 1 2 5 6 7 8 9 10 11 12. പിയും എസും ഇവിടെ ആകാം അല്ലെ? പി ഫസ്റ്റ് പൊസിഷനിലും 6th പൊസിഷനിലും എസ് ആകുന്ന ഒരു രീതി വരാം, അല്ലെങ്കിൽ രണ്ടാമത്തതിലും ഏഴാമത്തതിലും പൊസിഷനിൽ വരുന്ന രീതിയാകാം അല്ലെ, അല്ലെങ്കിൽ മൂന്നാമത്തതിലും എട്ടാമത്തതിലും വരുന്ന രീതിയാകാം, നാലാമത്തതിലും ഒമ്പതാമത്തതിലും അഞ്ചാമത്തതിലും പത്താമത്തതിലും ആറാമത്തതിലും 11ാമത്തതിലും ഏഴാമത്തതിലും 12ാമത്തതിലും ഇത്രയും പൊസിഷൻസിലല്ലേ നമുക്ക് പിയും എസും എടുക്കാൻ പറ്റുന്നേ അല്ലെ? ഇത്രയും പൊസിഷൻസ് ഉണ്ട്. അതായത് 7 രീതിയിൽ പി ആൻഡ് എസിനെ എനിക്ക് വെക്കാൻ പറ്റും. 2 3 4 5 6 7 7 രീതിയിൽ എനിക്ക് പി ആൻഡ് എസിനെ വെക്കാം. ഈ കാര്യം സെറ്റ് ആണല്ലോ? അതെ. ഇനി പിയും എസിനെയും എസ് ഇവിടെയും പി ഇവിടെ വരുന്ന കേസ് ആയി കഴിഞ്ഞാലും പിക്കും എസിനും ഇടയ്ക്കാണ്. പിയും എസും പിയിൽ ആദ്യം വരണമെന്നോ എസ് രണ്ടാമത് വരണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് എസ് ആദ്യവും പി രണ്ടാമതും വരാം. അങ്ങനെ ഇതിന്റെ അകത്തും 2 ഇന്റേണൽ അറേഞ്ച്മെന്റ് ഉണ്ട്. കാര്യം പിടിയിട്ടില്ല. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? എത്ര പോസിബിൾ പൊസിഷൻസ് പറ്റുമെന്ന് മനസ്സിലാക്കി. നമുക്ക് മനസ്സിലാക്കാം, പി ഒന്നാമത്തെ സ്ഥാനത്തും എസ് ആറാമത്തെ സ്ഥാനത്തും വന്നു കഴിഞ്ഞാൽ പറ്റും, അല്ലെങ്കിൽ പി രണ്ടാമത്തെയും എസ് ഏഴാമത്തെയും പറ്റും. ഇങ്ങനെ പി ഏഴാമത്തെയും എസ് 12ാമത്തെ ഇത്രയും പൊസിഷൻസ് അല്ലേ പറ്റും. പിന്നെ ഇതിനെ സ്വാപ്പ് ചെയ്യാം. പിയും എസും അപ്പുറത്തും ഇപ്പുറത്തും വന്നത്, അതായത് ഇവിടെ എസും പിയും വെച്ച് തുടങ്ങിയിട്ട് 4 എണ്ണം ഇട്ട് കൊടുക്കുന്ന കേസ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇൻറ്റു 2 ആയി. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ബാക്കി എത്ര സ്ലോട്ടുകളാണ് നമുക്കുള്ളത്? ബാക്കി നമുക്ക് 10 സ്ലോട്ടുകൾ ഉണ്ട്. കാര്യം മനസ്സിലായല്ലോ? ബാക്കി നമുക്ക് 10 സ്ലോട്ട് ഉള്ളതിനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 10 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, അതിനകത്ത് 2 ടി സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതൊന്ന് പെട്ടിപ്പോയി. സോ ദി ആൻസർ ഷുഡ് ബി 7 into 10 ഫാക്ടോറിയൽ. 7 into 10 ഫാക്ടോറിയൽ എന്ന് ശരി ഉത്തരം വരും. 7 into 10 ഫാക്ടോറിയൽ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. എന്റെ കയ്യിൽ നിന്ന് എന്റെ മൈക്ക് അങ്ങ് ഊരിപ്പോയി. മൈക്ക് കണ്ടുപിടിക്കാനുള്ള കഷ്ടപ്പാടാണ് ഞാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൈക്ക് തിരിച്ചു കിട്ടി. അപ്പൊ നമുക്ക് എന്താ പറ്റുന്നത്? 7 into 10 ഫാക്ടോറിയൽ. 7 into 10 ഫാക്ടോറിയൽ ഫൈനൽ ആൻസർ എത്രയാ വരുന്നത്? 25401600. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് എന്താ ചെയ്തതെന്ന് പറയാം. പിക്കും എസിനും ഇടയ്ക്ക് 4 ഇത് വരണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ പറ്റാം? പി ഇവിടെയും എസ് ഇവിടെയും വന്നിട്ട് 4 എണ്ണം ഇട്ടോ. അതായത് പി ഒന്നാമത്തെ പൊസിഷനിലും എസ് ആറാമത്തെ പൊസിഷനിലും, അല്ലെങ്കിൽ പി രണ്ടാമത്തെ പൊസിഷനിലും എസ് ഏഴാമത്തെ പൊസിഷനിലും, ഇങ്ങനെ പോയി ടോട്ടൽ എത്ര? പി ഏഴാമത്തെ പൊസിഷനിലും എസ് 12, കാരണം 12 പൊസിഷനല്ലേ ഉള്ളൂ. പിന്നെ ഇതിനെ ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ള, അതായത് എസ് ആദ്യവും പി രണ്ടാമതും വരുന്ന പൊസിഷനിൽ 7 into 2 എന്ന് എഴുതാം. ബാക്കി 10 സ്ലോട്ട്സ് ഉണ്ട്. അവിടെ എത്ര രീതിയിൽ 10 കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ടി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കളയുക. സോ ദ കറക്റ്റ് ആൻസർ ഷുഡ് ബി 7 into 10 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 25401600. അപ്പൊ നമ്മൾ മുറ്റായിട്ട് നമ്മൾ 7.3 എക്സസൈസ് തീർത്തിരിക്കുകയാണ്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദ വീഡിയോ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് എവറിത്തിങ് ദാറ്റ് വാസ് ടോട്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ അറിയിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് മേക്ക് ടീച്ച് കേരള റെവല്യൂഷൻ ഇൻ എഡ്യൂക്കേഷൻ sector of Kerala. So let's meet again with one more video. We are going to learn combinations in the next video. We'll meet again. Bye bye, my dear friends.